പന്നിമാംസത്തെക്കുറിച്ചാണ് വേറൊരു ചോദ്യം. അത് നിരോധിക്കുന്നതിൻ്റെ കൽപ്പനയുടെ കാരണം എന്താണെന്നാണ്. പന്നിമാംസം നിരോധിച്ച കൽപ്പനയുടെ കാരണം എന്താണെന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ചില നിഷിദ്ധങ്ങളുണ്ട്. ആ നിഷിദ്ധങ്ങളുടെ മുസ്ലിമിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് പടച്ചവൻ നിഷിദ്ധമാക്കി എന്നതാണ്. മദ്യം ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. അത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരോധിച്ചതാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരോധിച്ച മദ്യം അത് നമ്മളിപ്പോൾ അത് ക്യാൻസറിന് കാരണമാകും, പ്രശ്നമാണ് എന്നല്ല നമ്മളിപ്പോൾ പറയുന്നു. പക്ഷേ ആ മദ്യം അന്ന് നിരോധിച്ചതിന് കാരണം എന്താണെന്ന് മുസ്ലിങ്ങൾ അതിൽ നിന്ന് അകന്നു നിന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹു കൽപ്പിച്ചതുകൊണ്ട് എന്നാണ് ഉത്തരം. പടച്ചവനാണ് നന്മ എന്താണെന്ന് അറിയാം, തിന്മ എന്താണെന്ന് അറിയാം. അപ്പോൾ പടച്ചവൻ ഒരു തിന്മയാണെന്ന് പറഞ്ഞ കാര്യം തിന്മയായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഇതേപോലെ വ്യഭിചാരം ഇസ്ലാമിൽ ഹറാമാണ് എന്ന് പറയും, അഥവാ തിന്മയാണ്, നിഷിദ്ധമാണ്. നിഷിദ്ധമായതിന് കാരണം എന്താണ്? എയ്ഡ്സ് ഉണ്ടാകുന്നുള്ളത് കൊണ്ടല്ല. ഒരു മുസ്ലിം അത് നിഷിദ്ധമായി ഗണിക്കുന്നത് പടച്ചവനത് നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ്. ഇതേപോലെ പലിശ ഇസ്ലാമിൽ നിഷിദ്ധമാണ്. പലിശ നിഷിദ്ധമാണ് എന്നതിന് അതിനെന്താ കാരണം? ഇപ്പോൾ പല ന്യായങ്ങളും ന്യായീകരണങ്ങളും എല്ലാം പറയുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഇസ്ലാമിൽ പലിശ നിഷിദ്ധമാണ്. എന്തുകൊണ്ട്? അള്ളാഹു അത് നിഷിദ്ധമാണെന്ന് കൽപ്പിച്ചതുകൊണ്ട്. കച്ചവടം അനുവദിക്കപ്പെട്ടതാണ്. കച്ചവടം, വസ്തുക്കൾ തമ്മിൽ കച്ചവടം നടത്തുന്നു, അതിൽ ലാഭം വാങ്ങുന്നു, അനുവദിക്കപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് അത് അനുവദിക്കപ്പെട്ടത്? അള്ളാഹു അത് അനുവദിച്ചത് കൊണ്ടാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ മാംസങ്ങളും അനുവദിക്കപ്പെട്ടു. ബാക്കി എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കഴിക്കുന്ന മാംസങ്ങൾ, പക്ഷികളുടെ മാംസമാണെങ്കിൽ അതിന് പ്രത്യേകമായി ബാക്കി ജന്തുക്കളെ തിന്ന് ജീവിക്കുന്ന ജീവികൾ അല്ലെങ്കിൽ എല്ലാറ്റിൻ്റെയും മാംസം പൊതുവെ അനുവദിക്കപ്പെട്ടു. പക്ഷേ പന്നി മാംസം ഒഴിച്ച്, പന്നി മാംസം പാടില്ല എന്ന് പറഞ്ഞു. മുസ്ലിമിൻ്റെ മുന്നിൽ എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നേർക്ക് നേരെ പറഞ്ഞാൽ പടച്ചവൻ അത് നിരോധിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ ഇന്ന് നമുക്കറിയാം പന്നി മാംസം ഏറ്റവും അപകടകാരിയായ ഒരുപാട് ബാക്ടീരിയകളെ ഉൾക്കൊള്ളുന്ന ഒരു മാംസമാണ് എന്ന്. പന്നിയുടെ മാംസത്തെക്കുറിച്ചുള്ള പഠനങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് മനുഷ്യ ശരീരത്തിനാവശ്യമായ സന്തുലിതമായ പ്രോട്ടീനും അതേപോലെ കൊഴുപ്പുമല്ല പന്നിയിലുള്ളത് എന്നാണ്. അതോടൊപ്പം തന്നെ പന്നിയിൽ നിന്ന് തന്നെയുണ്ടാകുന്ന നാടവിരയെ പോലെയുള്ള വളരെ അപകടകാരിയായ പല രോഗസംക്രമണകാരികളുമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതുകൊണ്ടാണോ പടച്ചവൻ നിരോധിച്ചത്? ഇതുകൊണ്ടല്ല മുസ്ലിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത്, പടച്ചവൻ നിരോധിച്ചത് കൊണ്ടാണ്. എന്നാൽ പടച്ചവൻ നിരോധിച്ച ഏത് വസ്തുവിലും തിന്മയുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ തിന്മയാണ് ഞാനീ പറഞ്ഞത്. ഈ തിന്മ പന്നിയിൽ നമ്മൾ പരിശോധിച്ചാൽ, പന്നിയുടെ മാംസം എടുത്താൽ, പന്നിയിലെ മാംസത്തിലെ ഇൻഗ്രീഡിയൻസ് എടുത്താൽ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതിലെല്ലാം മനുഷ്യൻ്റെ അപകടകാരിയായ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ്. പന്നിയുടെ സംസ്കാരമാണെങ്കിലും ആ രൂപത്തിൽ തന്നെയാണ്. പന്നിയെപ്പോലെയെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, ഇണ ചേർന്നതിന് ശേഷം ആ ഇണക്കി അടുക്കിലേക്ക് മറ്റൊരാളെ പിടിച്ചു കൊണ്ടുവന്ന് ഇണ ചേർപ്പിക്കുന്ന ഒരു സംസ്കാരം എന്ന് സാധാരണ പറയാറുള്ള ഒരു സംസ്കാരം പന്നിക്കുണ്ട്. അതും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിലുള്ളൊരു സംസ്കാരം. ഏത് ജീവിക്കും അവരുടെ ലൈംഗികതയിൽ പ്രത്യേകിച്ച് വിലക്കുകളൊന്നുമില്ല, ജീവികൾക്കൊന്നും തന്നെ. പക്ഷേ ഇത് പന്നിയുടേതായി പ്രത്യേകം പറയുന്നൊരു സംഭവമാണ്. അതുകൊണ്ടല്ല ഞാൻ സൂചിപ്പിച്ചതുപോലെ മാംസം നിഷിദ്ധമാക്കിയിട്ടുള്ളത്. മാംസം നിഷിദ്ധമായത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പടച്ചവൻ നിഷിദ്ധമാക്കിയത് കൊണ്ടാണ്. പക്ഷേ പന്നിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുമ്പോൾ ആ നിഷിദ്ധമാക്കിയത് ന്യായം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കാരണങ്ങൾ പറഞ്ഞത്.